ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. തകർന്നടിഞ്ഞ റോഡുകൾ, ചുറ്റിലും കുമിഞ്ഞുകൂടി കിടക്കുന്ന മാലിന്യ കൂമ്പാരങ്ങൾ, അതുപോലെ തന്നെ വൈനീളെ മദ്യ കച്ചവടക്കാരും അതുപോലെ തന്നെ മയക്കുമരുന്ന് കച്ചവടക്കാരും, ചുറ്റിലും കളിക്കുന്ന ബാല്യങ്ങൾ, അവിടെ നിന്ന് എങ്ങനെയെങ്കിലും തന്നെയും തൻ്റെ കുടുംബങ്ങളെയും കൊണ്ട് രക്ഷപ്പെടുക എന്നുള്ളത് തന്നെയാണ് ആ ഗ്രാമനിവാസികളുടെ ഒരു സ്വപ്നം. ആ ഗ്രാമത്തിൽ നിന്നും പുറത്തു കടക്കുക എന്നുള്ളത് തന്നെയാണ് അവിടെ താമസിക്കുന്ന ഏതൊരു കുടുംബത്തിൻ്റെയും ലക്ഷ്യം. സ്പെയിനിലെ റൊക്കഫോണ്ട എന്ന് പറയുന്ന ഒരു ഗ്രാമത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ ഒരു വീട് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക. അങ്ങനെ ദാരിദ്ര്യം കൊടികുത്തി വായുന്ന ആ ഗ്രാമത്തിൽ ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ 10 ജീവിതങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇത്രയും വലിയ ദാരിദ്ര്യം കൊടികുത്തി വായുന്ന സ്ഥലത്ത് ഒരു വീട്ടിൽ 10 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഈ ദാരിദ്ര്യത്തിൽ നിന്നും കേവലം 17-ാം വയസ്സിൽ ലോകത്തിൻ്റെ നെറുകയിൽ, ലോകത്തിൻ്റെ ഫുട്ബോൾ ഇതിഹാസം സാക്ഷാൽ മെസ്സിക്കൊപ്പം പന്ത് തട്ടുന്ന ഒരാളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മളെല്ലാവരും കണ്ടതാണ് 2026 വേൾഡ് കപ്പിൽ നമ്മുടെ ഫുട്ബോൾ ലെജൻഡ് എന്ന് പറയുന്ന സാക്ഷാൽ മെസ്സിയെ വരെ അവിടെ ഒരു കാഴ്ചക്കാരനാക്കി നിർത്തിക്കൊണ്ട് തൻ്റെ ലോകകപ്പ് കിരീടം, അത് സ്വപ്നം കണ്ട ആ ഒരു കിരീടം കയ്യിലൊതുക്കിയ ഒരു രാജകുമാരൻ്റെ പേരാണ് ലാമിയൻ യമാൽ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് ആളെ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അദ്ദേഹം വെറും ഒരു ഫുട്ബോളർ അല്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഈ കഥ നിങ്ങളോട് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള വഴി എത്രമാത്രം കഠിനമാണ് എങ്കിലും ചിലപ്പോൾ വിധി നമ്മെ പരാജയപ്പെടുത്തിയേക്കാം, ചിലപ്പോൾ വിധി നമ്മെ പിടിച്ച് താഴിട്ടേക്കാം. എന്നാലും അക്ഷീണമായ പ്രവർത്തനം, തീർച്ചയായിട്ടും യാതൊരു ക്ഷീണവുമില്ലാതെ നിങ്ങൾ അതിനെതിരെ പോരാടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയം സുനിശ്ചിതമാണ് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് നമ്മുടെ ലാമിയൻ യമാൽ എന്ന് പറയുന്ന നമ്മുടെ സ്പെയിനിൻ്റെ ആ താരം. തീർച്ചയായിട്ടും ഇന്ന് മലയാളികളടക്കമുള്ള, ലോകത്തടക്കമുള്ള എല്ലാ ഫുട്ബോൾ കളിക്കാരുടെയും പ്രേമം പിടിച്ചു പറ്റിയ ഒരു പയ്യനാണ് ഈ 19 വയസ്സുള്ള യമാൽ എന്ന് പറയുന്നത്. 2007 ജൂലൈ 13 ബാഴ്സലോണക്കടുത്തുള്ള ഒരു ഗ്രാമത്തിൽ ഈ ആൺകുഞ്ഞ് യമാൽ എന്ന് പറയുന്ന ആൺകുഞ്ഞ് പിറക്കുന്നത്. യമാലിൻ്റെ ഉപ്പയുടെ പേര് മുനീർ നെസ്രോയി ആണ്. അദ്ദേഹം ഒരു മൊറോക്കോക്കാരനാണ്. ആ മൊറോക്കോയിൽ നിന്ന് സ്പെയിനിലേക്ക് കുടിയേറി പാർത്തതാണ്. അവിടെ വന്ന് ജോലിയെല്ലാം നേടി നല്ല കുടുംബം കെട്ടിപ്പടുക്കാം എന്നുള്ള ഒരു സ്വപ്നവുമായി അവിടെ എത്തിയതാണ്. അതുപോലെ തന്നെയാണ് ഷീല എബാന എന്ന് പറയുന്ന ആളാണ് അവരുടെ മാതാവ്, അവരുടെ ഉമ്മ. അതും ആഫ്രിക്കക്കാരത്തിയാണ്. ആഫ്രിക്കയിൽ നിന്നും സ്പെയിനിലേക്ക് കുടിയേറി പാർത്തതാണ്. ഞാൻ പറഞ്ഞ പോലെ എബാന എന്ന് പറയുന്നത് ഒരു റെസ്റ്റോറൻറ്റ് ജീവനക്കാരിയാണ്. ഒരു ദിവസം ഏകദേശം 12 മണിക്കൂർ റെസ്റ്റോറൻറ്റിൽ പണിയെടുത്തിട്ടാണ് കുടുംബം പോറ്റിയത്. നിങ്ങൾ ആലോചിക്കണം, 8 മണിക്കൂറല്ല, 12 മണിക്കൂറോളം ജോലിയെടുത്തിട്ടാണ്. അതുപോലെ തന്നെ മുനീർ നെസ്രോയി എന്ന് പറയുന്ന വ്യക്തി അവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഒരു വീട്ടിൽ 10 ആൾക്കാരാണ്. ദാരിദ്ര്യം കൊടികുത്തി വായുന്ന ആ സമയത്ത് അദ്ദേഹം പെയിൻറ്റിങ് ജോലി എടുത്തിട്ടാണ് കുടുംബം പോറ്റിക്കൊണ്ട് മുന്നോട്ട് പോയത്. കൈകളിലെല്ലാം തയമ്പായിരുന്നു. കാരണം രാവിലെ ഒരു ബക്കറ്റും ബ്രഷുമായിട്ട് ഇറങ്ങുകയാണ്. വീടിൻ്റെ മുന്നിലും അതുപോലെ തന്നെ കടകളുടെ മുമ്പിലും എല്ലാം കിട്ടുന്ന ജോലികളെല്ലാം വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ചെയ്യുന്നു. അങ്ങനെയാണ് ആ സമയത്ത് ഈ എബാന എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ജീവനക്കാരിയെ അവിടെ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് പരിചയപ്പെടുന്നു. അവർ തമ്മിൽ സ്നേഹത്തിലാവുന്നു. അങ്ങനെ അവർ വിവാഹം കഴിക്കുന്നു. ആ വിവാഹത്തിൽ ഞാൻ പറഞ്ഞതുപോലെ 2007 അവർക്കൊരു കുഞ്ഞുണ്ടാവുന്നു. ആ കുഞ്ഞിൻ്റെ പേരാണ് ലാമിയൻ യമാൽ എന്ന് പറയുന്നത്. ഈ കുട്ടിക്ക് മാതാപിതാക്കൾ ഇട്ട പേരാണ് ഏറ്റവും ആശ്ചര്യപ്പെടുത്തുന്നത്. നിങ്ങൾ വിചാരിക്കേണ്ട, ഈ ലാമിയൻ യമാൽ എന്ന് പറയുന്നത് ഭർത്താവും ഭാര്യയും ആലോചിച്ചിട്ട ഒരു പേരാണ്. പക്ഷേ എങ്ങനെ യാദൃശികമായിട്ട് വന്ന പേരല്ല എന്നുള്ളതാണ്. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഇവർ സാമ്പത്തികപരമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിലും അതുപോലെ തന്നെ പട്ടിണിയിലായിരുന്നു ഇവരുടെ കുടുംബം എന്ന് പറയുന്നത്. ആ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും ഇവരെ കരകയറാൻ വേണ്ടി ഇവരെ സഹായിച്ച, അല്ലെങ്കിൽ ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പോലും പണമില്ലാത്ത സമയത്ത് ഇവരെ സഹായിച്ച 2 പേരുടെ പേരാണ്, ഒന്ന് ലാമിൻ, രണ്ടാമത്തെ യമാൽ. ആ ഒരു ചാരിതാർത്ഥ്യവും ആ ഒരു കടമയും ആ ഒരു സ്നേഹവും എന്നും ഓർത്തിരിക്കാനും അത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉമ്മയും ഉപ്പയും കൂടി ഈ കുട്ടിക്ക് ഈ പേര് നൽകിയത് എന്ന് നിങ്ങൾ ആലോചിക്കണം. വളരെ തീർച്ചയായിട്ടും നമ്മെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു സമയത്ത് കുട്ടി ഉണ്ടായതിനു ശേഷം ഇവരുടെ വിവാഹ ജീവിതം വളരെ മുന്നോട്ട് പോയില്ല. അതിനുശേഷം ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ അവർ ഡിവോഴ്സ് ആവുകയും ചെയ്യുന്നു. ഉപ്പ മറ്റൊരു നഗരത്തിലേക്ക് പോകുന്നു. ഉമ്മ ഞാൻ പറഞ്ഞതുപോലെ ബാർസലോണയിലെ ഈ സ്പെയിനിലെ ഈ റൊക്കഫോണ്ട എന്ന് പറയുന്ന ഈ സ്ഥലത്ത് തന്നെ നിൽക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഈ സഹോദരിക്ക് ഏക അറിയാവുന്ന ഒരു തൊഴിൽ എന്ന് പറയുന്നത് റെസ്റ്റോറൻറ്റ്
വർക്ക് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ അത് അവിടെ തന്നെയാണ്, ഈ റൊക്കഫോണ്ട എന്ന് പറയുന്ന സ്പെയിനിലെ സ്ഥലത്ത് തന്നെയാണ്. അതുകൊണ്ട് അവിടെ തന്നെ താമസിക്കാൻ വേണ്ടിയിട്ട് ആ സഹോദരി തിരഞ്ഞെടുക്കുന്നു. ആ സഹോദരിയും ആ സഹോദരിയുടെ ഉമ്മയും അവിടെ തന്നെ താമസിക്കുകയാണ്. ആ ഉമ്മയുടെ കീഴിലാണ് ഈ മകൻ വളർന്ന് വലുതായതെല്ലാം. അങ്ങനെ എൻ്റെ മകന് ഫുട്ബോളിൽ അതിയായ ആഗ്രഹമുണ്ട് കളിക്കാനെന്ന് അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളോട് പറഞ്ഞിട്ട് അവരുടെ റെക്കമെൻഡിലാണ് 2011 ഒരു ക്ലബിൽ ഈ യമാലിനെ കൊണ്ടുവച്ച് ചേർക്കുന്നത്. അവിടെ നിന്ന് വളരെ വലിയ നല്ല രീതിയിലുള്ള പാസിങ്ങും അതുപോലെ തന്നെ അക്യുറേറ്റായ അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ കളിയുടെ സ്കില്ലും എല്ലാം കണ്ടറിഞ്ഞതിന് ശേഷമാണ് ബാർസിലോണയുടെ ഏറ്റവും വലിയ ക്ലബ്ബ്, നമുക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത ലമാസ എന്ന് പറയുന്ന അക്കാദമി, ആ അക്കാദമിയിൽ പഠിച്ചു വളർന്ന അല്ലെ കളിച്ചു വളർന്ന എല്ലാവരും ഇന്ന് ലോകത്ത് ഫേമസ് ആണ്. നമ്മുടെ സാക്ഷാൽ മെസ്സി അടക്കം ആ ക്ലബിലാണ് കളിച്ചു വളർന്നത്. അവിടെ വെച്ചാണ് പിച്ച വെച്ച് നമ്മളെ ഇന്നത്തെ യമാൽ എന്ന് പറയുന്ന ലോക ഫുട്ബോളിലേക്ക് അദ്ദേഹം എത്തിയതെന്ന് നിങ്ങൾ ആലോചിക്കണം. ആദ്യത്തെ ഏറ്റവും ചെറിയ പ്രായത്തിൽ സ്പെയിൻ ടീമിൽ ഗോളടിച്ച ഒരു മനുഷ്യനാണ് ഈ യമാൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാർസലോണ ടീമിലും ഏറ്റവും ചെറിയ പ്രായം കുറഞ്ഞ അരങ്ങേറ്റം കുറിച്ച മനുഷ്യനാണ് ഈ യമാൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ജീവിതം തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി. കാരണം ഏതൊരു കുട്ടികൾക്കും നമുക്ക് സമൂഹത്തിൽ പല പ്രശ്നങ്ങളും അതുപോലെ തന്നെ പല പ്രയാസങ്ങളും, ചിലപ്പോൾ ബുദ്ധിമുട്ടുകളും, ചിലപ്പോൾ ഇത്തരം പട്ടിണികളും എല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. പക്ഷേ നമ്മൾ പൊരുതി കഴിഞ്ഞാൽ നമുക്ക് വിജയം സുനിശ്ചിതമാണ് എന്ന് തെളിയിക്കുകയാണ്. നിങ്ങൾ കണ്ടു കാണും, ഒരുപക്ഷെ ഈ മെസ്സി താരാട്ട് പാടിയ ഒരു കുട്ടിയാണ് യമാൽ എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയ ചിത്രങ്ങളൊക്കെ വൈറലായിരുന്നു. ആ ഒരു കുട്ടി ഇന്ന് മെസ്സിയോട് ഏറ്റുമുട്ടിയപ്പോൾ 2026 ലോകകപ്പ് അവസാന മത്സരത്തിൽ മെസ്സി എന്ന് പറയുന്ന സാക്ഷാൽ ഇതിഹാസ താരം നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്തത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കളിയുടെ യമാൽ എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ കാലിലേക്ക് ഫുട്ബോൾ എത്തുന്ന സമയത്ത് ഈ ഗാലറികളിൽ നിന്ന് ആരവങ്ങൾ ഉയരുകയായിരുന്നു. ആ ഒരു കാര്യം ഫുട്ബോൾ കൊണ്ട് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം കൊണ്ടും. അദ്ദേഹം ഇന്നും തൻ്റെ എഗ്രിമെൻറ്റുകളെല്ലാം സൈൻ ചെയ്യാൻ പോകുന്ന സമയത്ത് അവരുടെ മൂത്ത ഉമ്മയുടെ ഉമ്മയെ തീർച്ചയായിട്ടും കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അവർക്ക് ഒരുപാട് സ്നേഹവും അതുപോലെ തന്നെ ഒരുപാട് പ്രാതിനിധ്യവും ഉണ്ട്. അത് നമ്മെ കൂടി പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം ഒന്നും മറക്കുന്ന ആളല്ല. അത് അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഏതായാലും ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഒരു ഇൻസ്പിറേഷനാണ്. തീർച്ചയായിട്ടും അവർ അറിയണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ആരായിരുന്നു ഇദ്ദേഹം? നിങ്ങളൊന്നും വിചാരിക്കുന്നത് പോലെ ഒരു 5 സ്റ്റാർ ഫുഡും അതുപോലെ തന്നെ വലിയ ഇതൊന്നും നേടി കളിച്ച ഒരാളല്ല അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കണം എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് ലോകത്തിൻ്റെ നെറുകയിൽ നിന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും, സാക്ഷാൽ ലയണൽ മെസ്സിയോടൊപ്പം കളിച്ചിട്ട് അദ്ദേഹത്തെ പോലും തട്ടിമാറ്റിയിട്ട് ആ ലോകകപ്പ് കിരീടം സ്പെയിനിലേക്ക് കൊണ്ടുപോകാൻ ഏറ്റവും വലിയ കാരണക്കാരിൽ ഒരാളാണ് ഞാൻ പറഞ്ഞതുപോലെ ലാമിൻ യമാൽ എന്ന് പറയുന്ന ഈ 19 വയസ്സ് മാത്രമുള്ള ഈ ചെറുപ്പക്കാരൻ. ഏവർക്കും തീർച്ചയായിട്ടും അദ്ദേഹം ഒരു പ്രചോദനമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതവും നമുക്ക് ഒരു പ്രചോദനമാണ്. അതുപോലെ തന്നെ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളും നമുക്കൊരു പ്രചോദനമാണ്. തീർച്ചയായിട്ടും അദ്ദേഹം അനുഭവിച്ച ആ യാതനകളും അദ്ദേഹത്തിൻ്റെ ആ ജീവിത ശൈലികളും എല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ കേട്ട് കാണും. തീർച്ചയായിട്ടും ഇതൊക്കെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി പറ്റും. തീർച്ചയായിട്ടും അത്തരത്തിൽപ്പെട്ട കഷ്ടതയിലൂടെ കടന്നു വരുന്ന കുട്ടികൾ ഒരിക്കലും തളർന്നു പോകാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് കൂടി അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ റിയാക്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.